ഹായ്, മോഹൻലാൽ, മലയാളത്തിന്റെ മോഹൻലാൽ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരം ആരാണ് എന്നുള്ളൊരു കാര്യം. മോഹൻലാൽ കഴിഞ്ഞേ മറ്റാരും മലയാള സിനിമയ്ക്കുള്ളൂ. മോഹൻലാലിൻ്റെതായിട്ട് 2026 ഇനി എത്ര സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട്, ആ സിനിമകളുടെ റിലീസിംഗ് ഡേറ്റ് എപ്പോഴാണ് എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മോഹൻലാലിന്റെ സിനിമ തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ ജനത്തിരക്കുണ്ടാവും എന്നുള്ളൊരു കാര്യം. ഫസ്റ്റ് ഡേ കളക്ഷനിൽ മോഹൻലാൽ സിനിമകളുടെ അടുത്തുപോലും എത്താൻ മറ്റുള്ള സിനിമകൾക്കൊന്നും സാധിക്കില്ല എന്നുള്ളൊരു കാര്യവും നമ്മൾക്കറിയാം. മോഹൻലാൽ എന്തുകൊണ്ട് പല സിനിമകളിലും ക്യാമിയോ വേഷത്തിൽ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വലിയൊരു ഹൈപ്പ് ഉണ്ടാവും. അതിലൂടെ ഫസ്റ്റ് ഡേ മികച്ച കളക്ഷൻ നേടിയെടുക്കാം എന്നുള്ളൊരു ചിന്ത തന്നെയാണ്. പിന്നീട് സിനിമ മികച്ചതായി കഴിഞ്ഞാൽ സാധാരണ ഒരു താരത്തിന്റെ സിനിമ ഗംഭീരമാവുന്നതിനേക്കാളും വലിയ കളക്ഷൻ മോഹൻലാൽ കൂടി ഉണ്ടെങ്കിൽ കിട്ടും എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിനെ പല സിനിമകളിലും ക്യാമിയോ റോളിലേക്ക് വിളിക്കുന്നത്. ഈ 2026 ഇനി മോഹൻലാലിൻ്റെതായിട്ട് വരാനുള്ളത് 5 സിനിമകളാണ്. ഇതിൽ 4 സിനിമയിലും മോഹൻലാൽ ഗസ്റ്റ് റോളിൽ വരുന്നു എന്നുള്ളതാണ്. ഒരു സിനിമയിൽ മാത്രമാണ് മോഹൻലാൽ നായകനായി അഭിനയിച്ചിരിക്കുന്നത്. മോഹൻലാലിന്റെ ആദ്യ റിലീസ് അത് തുടക്കം എന്ന സിനിമയാണ്. സിനിമയിൽ മോഹൻലാലിന്റെ മകളാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. മോഹൻലാൽ എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിലാണ് വരുന്നത്. തുടക്കം ഓഗസ്റ്റ് 7 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. തീർച്ചയായും വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ്. ഒരു ആക്ഷൻ സിനിമയാണ് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നല്ല ഐഡി സിനിമയിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്തായാലും തുടക്കം ഗംഭീര വിജയമായി മാറട്ടെ. വിസ്മയ മോഹൻലാലിന്റെ മികച്ച തുടക്കമായി മാറട്ടെ. മോഹൻലാലിന്റെ ഇനി ഇറങ്ങാനുള്ള രണ്ടാമത്തെ സിനിമ ഖലീഫ. പൃഥ്വിരാജ് സുകുമാരൻ നായകനാവുന്ന സിനിമ. ഇതിൽ മോഹൻലാൽ ചെറിയൊരു വേഷത്തിൽ വരുന്നുണ്ട്. 2 ഭാഗങ്ങളായിട്ടാണ് സിനിമ നമ്മൾക്ക് മുന്നിലേക്ക് വരുന്നത്. അതിന്റെ ആദ്യ ഭാഗമാണ് ഖലീഫ. 2ാം ഭാഗത്തിൽ മോഹൻലാലാണ് നായകൻ. അത് 2027 ഉണ്ടാവൂ എന്നുള്ളത് തന്നെയാണ്. ആദ്യ ഭാഗത്തിൽ മോഹൻലാൽ ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട്. ഓഗസ്റ്റ് 20 ഓണക്കാലത്ത് നമ്മൾക്ക് മുന്നിലേക്ക് ഖലീഫ എത്തും. വലിയ സിനിമയാണ്. സിനിമ വലിയൊരു വിജയമായി മാറട്ടെ. മറ്റൊന്ന് കത്തനാർ. ജയസൂര്യ നായകനാവുന്ന സിനിമ. മോഹൻലാൽ ഈ സിനിമയിലും ഒരു ക്യാമിയോ വേഷം ചെയ്യുന്നുണ്ട്. സിനിമയുടെ റിലീസ് സെപ്റ്റംബർ ആദ്യവാരമായിരിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ്. വലിയ സിനിമയാണ്. സിനിമ മികച്ചതായി കഴിഞ്ഞാൽ വേറെ ലെവൽ കളക്ഷനിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത്തരം സിനിമകൾ മലയാളികൾ മാത്രമല്ല മറ്റു ഭാഷക്കാരും ഇഷ്ടപ്പെടും, അവിടെയും സ്വീകരിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ കളക്ഷനിലേക്ക് സിനിമ പോകും എന്നുള്ളതാണ്. എന്തായാലും സിനിമ മികച്ചതാവട്ടെ, വലിയ വിജയം സിനിമ നേടിയെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുശേഷം മോഹൻലാൽ അഭിനയിച്ച് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ അത് ജയിലർ 2 ആണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ജയിലർ എന്ന സിനിമ തിയേറ്ററുകളിൽ ഉണ്ടാക്കിയ ഓളം എത്രത്തോളം വലുതാണ് എന്ന്. കേരളത്തിൽ 50 കോടിക്ക് മുകളിലാണ് ജയിലർ നേടിയെടുത്തത്. അത് വലിയൊരു കളക്ഷനാണ്. ഇപ്പോ ജയിലർ 2 വരുന്നു. മോഹൻലാൽ ജയിലറിലേതുപോലെ തന്നെ ജയിലർ 2ലും പ്രേക്ഷകരിൽ ആവേശമുണർത്താൻ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ജയിലർ 1നേക്കാളും കുറച്ചുകൂടി വലിയ വേഷമാണ് ജയിലർ 2 എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഒക്ടോബർ പാതിയോടുകൂടി സിനിമ നമ്മൾക്ക് മുന്നിലേക്ക് എത്തും. വലിയ ഒരു സിനിമയാണ്. ആദ്യ ഭാഗം 600 കോടിക്ക് മുകളിൽ കളക്ഷനായി നേടിയെടുത്ത സിനിമയാണ്. അതിൽ അഭിനയിച്ച ഓരോ താരങ്ങൾക്കും നല്ല രീതിയിലുള്ള കയ്യടി ലഭിക്കുകയുണ്ടായി. അതായത് വലിയ സ്വീകാര്യതയാണ് ഓരോ താരങ്ങൾക്കും കിട്ടിയത്. ഇപ്പോൾ രജനീകാന്തിനായാലും മോഹൻലാലിനായാലും ശിവരാജ് കുമാറിനായാലും വിനായകനായാലും എല്ലാവർക്കും കയ്യടി ലഭിച്ച ഒരു സിനിമയാണ് ജയിലർ. 2ാം ഭാഗത്തിൽ പിന്നെയും ഒരുപാട് താരങ്ങൾ വരുന്നുണ്ട്, ഹൃതിക് റോഷൻ ഉൾപ്പെടെ. എന്തായാലും വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ്. ഒക്ടോബറിൽ നമ്മൾക്ക് മുന്നിലേക്ക് ജയിലർ 2 എത്തുകയാണ്. ഡിസംബർ 24 മോഹൻലാൽ നായകനായ അതിമനോഹരം എന്ന സിനിമ വരികയാണ്. വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ്. തരുൺമൂർത്തിയാണ് സിനിമയുടെ സംവിധായകൻ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം തുടരും എന്ന സിനിമ ഒരു കൊച്ചു സിനിമയായി വന്ന് നമ്മളെയെല്ലാം ഞെട്ടിച്ച സിനിമ. തീർച്ചയായും അതേ രീതിയിൽ തന്നെയാണ് ഈ സിനിമയെയും അവർ മാർക്കറ്റ് ചെയ്യുന്നത്, ഒരു കൊച്ചു സിനിമ എന്നുള്ള രീതി. ഡിസംബർ 24 ഞെട്ടാൻ തയ്യാറായിക്കോളൂ. ഞെട്ടിക്കുക തന്നെ ചെയ്യും. ഗംഭീര സിനിമയായിരിക്കും. മലയാള സിനിമ കണ്ട സകല കളക്ഷൻ റെക്കോർഡുകളും അതിമനോഹരം എന്ന സിനിമ തിരുത്തി കുറിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. മോഹൻലാൽ വർഷങ്ങൾക്ക് ശേഷം പോലീസ് യൂണിഫോമിൽ വരുന്ന സിനിമ. അപ്പോൾ ഇത്രയും സിനിമകളാണ് 2026 മോഹൻലാലിൻ്റെതായിട്ട് തിയേറ്ററുകളിൽ എത്തുന്ന സിനിമ. ഇതിനു പുറമെ ഒറ്റക്കൊമ്പൻ എന്ന സിനിമയിൽ മോഹൻലാൽ ഗസ്റ്റ് റോൾ ചെയ്യുന്നു എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 6 സിനിമകൾ ഉണ്ടാവും. അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ആ സിനിമയെ ഉൾപ്പെടുത്താത്തത്. 2026 മോഹൻലാൽ ഇതുവരെ 2 സിനിമകളിലാണ് അഭിനയിച്ചത്. ഒന്ന് മമ്മൂക്കയോടൊപ്പം പാട്രിയറ്റ്, മറ്റൊന്ന് ദൃശ്യം 3. ദൃശ്യം 3 മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറിയപ്പോൾ പാട്രിയറ്റ് മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറി. അപ്പോൾ ഇനിയുള്ള മോഹൻലാൽ ചിത്രങ്ങൾ വലിയ വിജയങ്ങളായി മാറും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്നറിയാൻ. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.